ഹലോ എവ്രിവൺ. എല്ലാവർക്കും കെ.എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്ക് തുടങ്ങാൻ വേണ്ടി പോവാണ്. അതായത് ഏർലി മിഡീവൽ പീരീഡ്. പല ആൾക്കാരും നമ്മുടെ ആൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് മിഡീവൽ പീരീഡ് തുടങ്ങാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ ഇന്ന് തുടങ്ങാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം ഒരു 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ മിഡീവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8-ാം നൂറ്റാണ്ട് മുതൽ അങ്ങോട്ടാണ് പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നുള്ളതിൽ ഏർലി മിഡീവൽ പീരീഡ് എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് മധ്യകാല ഇന്ത്യയുടെ തുടക്കം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കെ.എസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കെ.എസ് എക്സാമിനും മറ്റ് PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു കെ.എസ് ഇൻസൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ കൂടാതെ ഞങ്ങൾക്ക് 2 ഇനിഷ്യേറ്റീവ്സ് കൂടിയുണ്ട്. ഒന്ന് നമ്മുടെ വെബ്സൈറ്റാണ് kesinsights.in. ഇതിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വളരെ ക്രമീകരിച്ച് ലഭിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് അവിടെ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം കിട്ടുന്നതായിരിക്കും. ചെറിയ ചെറിയ ഷോർട്ട് നോട്ടുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ രണ്ടാമതൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതൊരു മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. സൗജന്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ അതിലിപ്പോൾ 2 ടൈപ്പ് മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ഉണ്ട്. അതായത് ആ ഒരു സിലബസ് പ്രകാരം നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടെസ്റ്റാണ്. രണ്ടാമത്തേത് 10th ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് സൗജന്യമായിട്ട് എഴുതാവുന്നതാണ്. കൂടുതൽ ടെസ്റ്റുകൾ ഞങ്ങൾ ആഡ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ പോസ്റ്റ് ഗുപ്ത പീരീഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പോസ്റ്റ് ഗുപ്ത പീരീഡ്? അതായത് ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ ആൻഷ്യന്റ് ഇന്ത്യയിൽ അവസാന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആൻഷ്യന്റ് ഇന്ത്യ കണ്ടിട്ടില്ലെങ്കിൽ അതാദ്യം കണ്ടിട്ട് ഈ ഒരു ക്ലാസ് കാണുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം ഈ ഒരു ഗുപ്ത പീരീഡിൻ്റെ തകർച്ചയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗുപ്ത പീരീഡിൻ്റെ തകർച്ച എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? അത് ഹൂൺസ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ കടന്നുകയറ്റം ഇൻവാഷനോട് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഗുപ്ത സാമ്രാജ്യം തകരുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരുപാട് ചെറിയ ചെറിയ സാമ്രാജ്യങ്ങൾ ഉയർന്നു വരികയാണ് ചെയ്തത്. അതായത് ചെറിയ ചെറിയ വാരിയർ കിങ്ഡംസ്, അതായത് ഓരോ മിലിറ്ററി ജനറലിൻ്റെ കീഴിലുള്ള ഓരോ കിങ്ഡംസ് ഉയർന്നു വരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ വലതുവശത്തുള്ള മാപ്പ് അത് ഏകദേശം 590 ADയിലുള്ള ഒരു മാപ്പാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യയിൽ ഒരുപാട് സാമ്രാജ്യങ്ങൾ ചെറുതും വലുതുമായിട്ട് ഉയർന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ആ മാപ്പിൽ ഒരു ചുവന്ന ആരോ വെച്ചിട്ട് ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പുഷ്യഭൂതീസ് എന്നാണ് ഉള്ളത്. അപ്പോൾ പുഷ്യഭൂതീസ് എന്ന് പറയുന്ന പുഷ്യഭൂതി തുടങ്ങിയ ഒരു സാമ്രാജ്യമുണ്ട്, വർധന ഡൈനാസ്റ്റി. ഈ ഒരു വർധന ഡൈനാസ്റ്റിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അതിലത്തെ ഒരു പ്രധാനപ്പെട്ട രാജാവിനെ കുറിച്ചും. അപ്പോൾ ഈ ഒരു പുഷ്യഭൂതി ആണ് ഈ ഒരു വർധന ഡൈനാസ്റ്റി സ്ഥാപിച്ചത് എന്ന് ഓർത്തു വെക്കണം. അതിൻ്റെ ക്യാപിറ്റൽ തലസ്ഥാനം എന്ന് പറയുന്നത് താനേശ്വർ ആയിരുന്നു. അപ്പോൾ ആരാണ് ഈ ഒരു പുഷ്യഭൂതി? പുഷ്യഭൂതി എന്ന് പറയുന്നത് ഗുപ്ത സാമ്രാജ്യത്തിലെ, അതായത് നമ്മൾ മുന്നേ പഠിച്ച ഗുപ്ത സാമ്രാജ്യത്തിലെ മിലിറ്ററി ജനറൽ ആയിരുന്നു. അപ്പോൾ പുഷ്യഭൂതി, അതായത് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ പുഷ്യഭൂതിയെ പോലുള്ള മിലിറ്ററി ജനറൽമാർ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി. അങ്ങനെ സ്ഥാപിച്ച ഒരു സാമ്രാജ്യമാണ് വർധന ഡൈനാസ്റ്റി. അതിൻ്റെ തലസ്ഥാനം ക്യാപിറ്റൽ ആണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു വർധന ഡൈനാസ്റ്റിയിൽ പഠിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട രാജാവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹർഷവർധന. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഹർഷ എന്ന് പറയാറുണ്ട്. വർധന എന്നുള്ളത് സാമ്രാജ്യത്തിൻ്റെ പേരാണ്. അപ്പോൾ ഹർഷവർധന അദ്ദേഹം 606 ADയിൽ ഇവിടെ രാജാവായി മാറി. അതായത് താനേശ്വർ ബേസ്ഡ് ആയിട്ടുള്ള വർധന സാമ്രാജ്യത്തിൻ്റെ രാജാവായിട്ട് 606 ADയിൽ മാറി. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു സാമ്രാജ്യം വളരെ ചെറിയൊരു പ്രദേശമാണ്. നമ്മൾ ആ ഒരു മാപ്പിൽ കണ്ടാൽ മനസ്സിലാവും. എന്നാൽ അദ്ദേഹം ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം കീഴടക്കുകയും ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തി വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സാമ്രാജ്യം വളർന്ന് മുമ്പത്തെ ഗുപ്ത സാമ്രാജ്യം പോലെ തന്നെ വലിയൊരു സാമ്രാജ്യമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ തലസ്ഥാനം എന്ന് പറയുന്നത് താനേശ്വരിൽ നിന്ന് കനൗജിലേക്ക് മാറ്റുകയും ചെയ്തു. കനൗജ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാൺപൂർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ക്യാപിറ്റൽ മാറ്റിയത്? കാരണം എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ടല്ലോ. അപ്പോൾ ചരിത്രകാരന്മാരുടെ അഭിപ്രായം എന്ന് കഴിഞ്ഞാൽ താനേശ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി റിസ്കി ആയൊരു സ്ഥലമാണ്. കാരണം ചെറിയൊരു സ്ഥലത്തിൻ്റെ തലസ്ഥാനമായിട്ടാണ് താനേശ്വർ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ ആക്രമണങ്ങൾ വരുവാനൊക്കെ സാധ്യതയുണ്ട്. കാരണം അത് ബോർഡർ ഏരിയ പോലെയാണ് വരുന്നത്. അപ്പോൾ അതിനു പകരം വലിയൊരു സാമ്രാജ്യം രൂപപ്പെട്ടതോടെ അതിൻ്റെ ഏകദേശം നടുവിലേക്ക് വരുന്ന രീതിയിൽ, സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഒരു തലസ്ഥാനം മാറ്റുകയാണ് ഈ ഒരു ഹർഷ ചെയ്തത്. അപ്പോൾ ഹർഷ തലസ്ഥാനം താനേശ്വരിൽ നിന്ന് കനൗജിലേക്ക് മാറ്റി എന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഈ ഒരു ഹർഷവർദ്ധനൻ്റെ
ചിത്രമാണ് വലതുവശത്ത് കൊടുത്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സമയത്തുള്ള കോയിനുകളാണ്. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നത് അദ്ദേഹമാണെന്ന് വിശ്വസിച്ചു പോകുന്നു. അപ്പോൾ ഇദ്ദേഹം ആദ്യം ഹിന്ദു മതത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് മാറി. എങ്ങനെയാണ് മാറിയത് എന്നൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹർഷവർദ്ധനൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഹർഷവർദ്ധന പുഷ്യഭൂതി ആണ് വർദ്ധന സാമ്രാജ്യം സ്ഥാപിച്ചത്. ഹർഷവർദ്ധന അതിലൊരു രാജാവായിരുന്നു. 606 AD. അദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ വലിപ്പം കൂട്ടി. കൂടാതെ തലസ്ഥാനം താനേശ്വരിൽ നിന്ന് കനൗജിലേക്ക് കാൺപൂരിലേക്ക് മാറ്റി. അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പിന്നീട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഏകദേശം 41 വർഷത്തോളം ഈ ഒരു സാമ്രാജ്യത്തെ ഭരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് വലതുവശത്തെ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഹർഷവർദ്ധനൻ്റെ കാലത്തുള്ള സാമ്രാജ്യത്തെ വർദ്ധന സാമ്രാജ്യത്തിൻ്റെ ചിത്രമാണ്. അപ്പോൾ അതിൽ ഒരു റോസ് കളറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എന്താണ് ആ ഒരു സാമ്രാജ്യത്തിൻ്റെ വലിപ്പം. അപ്പോൾ സാമ്രാജ്യം വളരെയധികം വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ കനൗജും മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഹർഷവർദ്ധനൻ്റെ എംപയർ പറയുകയാണെങ്കിൽ ഏകദേശം ആസാമിൻ്റെ തുടക്കം മുതൽ ബംഗാൾ, ബീഹാർ, കനൗജ്, മാൽവ, ഒഡീഷ, പഞ്ചാബ്, കാശ്മീർ, നേപ്പാൾ, അങ്ങനെ സിന്ധ്. അപ്പോൾ ആ ഒരു പ്രദേശങ്ങൾ നിങ്ങൾക്ക് ആ മാപ്പിൽ കാണാൻ വേണ്ടി പറ്റും. സ്ഥലങ്ങൾ ഓർത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഈ ഒരു സാമ്രാജ്യം അത്ര നീണ്ടു നിന്നൊന്നുമില്ല. കാരണം ഹർഷവർദ്ധന എന്ന് പറയുന്ന ആ ഒരു ഭരണാധികാരിയുടെ കഴിവിൻ്റെ മേലെയാണ് ഈ ഒരു സാമ്രാജ്യം ഇങ്ങനെ കെട്ടിപ്പടുത്തിയത്. അദ്ദേഹം 41 വർഷം ഭരിച്ച് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം വീണ്ടും ഈ സാമ്രാജ്യങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഹർഷവർദ്ധനനെ കുറിച്ചാണ്. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഹർഷവർദ്ധനൻ എന്ന് പറയുന്നത് അദ്ദേഹം ഹിന്ദു മതത്തിലായിരുന്നു. പിന്നീട് ബുദ്ധമതത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണക്കാരത് ഹുയാൻ സാങ് എന്ന് പറയുന്ന ഒരു ചൈനീസ് സഞ്ചാരിയാണ്. ചൈനീസ് സഞ്ചാരി എന്ന് പറയുന്ന ഒരു ചൈനീസ് ബുദ്ധമത വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഏകദേശം 13 വർഷത്തോളം ഇന്ത്യയിൽ നിന്നു. 630 മുതൽ 643 AD വരെ. അപ്പോൾ ഇദ്ദേഹത്തെയാണ്, അതായത് ഹുയാൻ സാങ്ങിനെയാണ് പ്രിൻസ് ഓഫ് പിൽഗ്രിംസ് എന്ന് വിളിക്കുന്നത്. അതായത് തീർത്ഥാടകരുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്നത്. പ്രിൻസ് എന്ന് പറഞ്ഞ രാജകുമാരൻ, പിൽഗ്രിംസ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടകർ. അപ്പോൾ അദ്ദേഹം ബുദ്ധമതത്തിൻ്റെ ഒരു തീർത്ഥാടകനായിരുന്നു. പ്രിൻസ് ഓഫ് പിൽഗ്രിംസ് എന്ന് വിളിക്കുന്ന ഹുയാൻ സാങ്ങിനെയാണ്. ഹുയാൻ സാങ് ആരുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യ സന്ദർശിച്ചത് എന്ന് ചോദിച്ചാൽ ഹർഷവർദ്ധനനാണെന്ന് ഓർത്തു വെക്കണം. അദ്ദേഹം ചൈനീസ് പിൽഗ്രിം ആയിരുന്നു, ബുദ്ധമതമായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രിൻസ് ഓഫ് പിൽഗ്രിംസ് എന്ന് വിളിക്കുന്നത്, അതായത് തീർത്ഥാടകരുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്നത്? അതിൻ്റെ കാരണം അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ബുദ്ധമതത്തിനുമായി ബന്ധപ്പെട്ട പഠനത്തിനും അതിനൊക്കെയായിട്ടാണ് വന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വേറൊരു കാര്യം നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ഈ ഒരു ഹർഷവർദ്ധനനെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു അറിവ് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ നിന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ബയോഗ്രഫിയിൽ നിന്നാണ്. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ബാണഭട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ കവിയായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ സഭയിലെ കവിയായിരുന്നു. അപ്പോൾ ബാണഭട്ടനെ ബാണ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ബാണഭട്ട അല്ലെങ്കിൽ ബാണയാണ് ഹർഷചരിത എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഒരു രാജാവിനെക്കുറിച്ചുള്ള ഒരു ബയോഗ്രഫി, രാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ബുക്ക്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് സംസ്കൃതത്തിലൂടെയാണെന്ന് കൂടി ഓർത്തു വെക്കണം. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് എന്താ, ബാണഭട്ട. ഹർഷചരിതം എഴുതിയത് ആരാണെന്ന് ചോദിക്കും. അത് ബാണഭട്ട അല്ലെങ്കിൽ ബാണ ആണെന്ന് ഓർത്തു വെക്കണം. ബാണ എന്നും വിളിക്കാറുണ്ട്, ബാണഭട്ട എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർഷവർദ്ധനൻ്റെ കോട്ട് പോയറ്റ് ആയിരുന്നു, അതായത് സഭയിലെ കവിയായിരുന്നു. ഇത് എഴുതിയിരിക്കുന്നത് സംസ്കൃതത്തിലാണെന്ന് ഓർത്തു വെക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഇന്നുമുണ്ട് നളന്ദ യൂണിവേഴ്സിറ്റി. പക്ഷേ ഇതിനൊരു പഴയ രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹർഷവർദ്ധനൻ്റെ കാലത്താണ് ഈ ഒരു നളന്ദ യൂണിവേഴ്സിറ്റി വളരെയധികം പ്രസിദ്ധമായത്. അപ്പോൾ ഈ ഒരു നളന്ദ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു ഹുയാൻ സാങ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നളന്ദ യൂണിവേഴ്സിറ്റി നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം ഹർഷവർദ്ധനൻ ബുദ്ധമതത്തിലേക്ക് മാറി. അപ്പോൾ ബുദ്ധമതത്തിൽ തന്നെ നമ്മൾ പല വിഭാഗങ്ങളുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ മഹായാനം, ഹീനയാനം, വജ്രയാനം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രാചീന ഇന്ത്യ അല്ലെങ്കിൽ ആൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് കാണുക. നമ്മൾ ബുദ്ധമതത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് മഹായാന ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണെന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പോൾ നളന്ദ യൂണിവേഴ്സിറ്റി ബുദ്ധമതം പ്ലസ് മഹായാന ബുദ്ധമതം എന്നുകൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഹർഷവർദ്ധനനെക്കുറിച്ചും വർദ്ധന ഡൈനാസ്റ്റിയെക്കുറിച്ചുമാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വർദ്ധന ഡൈനാസ്റ്റിക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ചില ഡൈനാസ്റ്റികളിൽ ചില രാജാക്കന്മാർ പ്രധാനപ്പെട്ടവരാണ്. നമ്മൾ പല ചോദ്യപേപ്പറുകളിലും കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ടവരെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു ഏർലി മിഡീവൽ പീരീഡിലൊക്കെ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ പല പല ചെറിയ ചെറിയ രാജ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, തകർന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പ്രധാനപ്പെട്ട ചില ആൾക്കാരെ എടുത്ത് പഠിക്കുന്നതാണെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചതെന്ന് ഞാനൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പോസ്റ്റ് ഗുപ്ത പീരീഡിനെ കുറിച്ച് പറഞ്ഞു. ചെറിയ ചെറിയ രാജ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. അതിലൊന്നാണ് വർധന ഡൈനാസ്റ്റി. പുഷ്യഭൂതിയാണ് സ്ഥാപിച്ചത്. താനേശ്വരായിരുന്നു തലസ്ഥാനം. അതിലത്തെ ഒരു പ്രധാനപ്പെട്ട രാജാവാണ് ഹർഷവർദ്ധന. അദ്ദേഹം 606 ഈ ഒരു രാജാവായിട്ട് മാറി. പിന്നീട് അദ്ദേഹം രാജ്യം വികസിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം താനേശ്വരത്തിൽ നിന്ന് കനൗജിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഹിന്ദുമതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് മാറുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം 41 വർഷം ഭരിച്ചു. ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വലിപ്പം വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി സാമ്രാജ്യം തകർന്ന് ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് വീണ്ടും മാറുകയും ചെയ്തു. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച, അദ്ദേഹത്തിൻ്റെ രാജ്യം സന്ദർശിച്ച ചൈനീസ് പിൽഗ്രിം അല്ലെങ്കിൽ ചൈനീസ് സഞ്ചാരിയാണ് ഹുയാൻ സാങ് എന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഹുയാൻ സാങ്ങിൻ്റെ ഒരു കാര്യത്തിലാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചതെന്ന് കൂടി ഓർത്തു വെക്കണം. ഹുയാൻ സാങ്ങിനെയാണ് പ്രിൻസ് ഓഫ് പിൽഗ്രിംസ് അല്ലെങ്കിൽ തീർത്ഥാടകരുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കണം. അപ്പോൾ ഈ ഒരു ഹർഷചരിത എന്ന് പറയുന്ന ബുക്ക് അത് ഹർഷവർദ്ധനൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ബയോഗ്രഫിയാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന സംസ്കൃതത്തിലാണ്. എഴുതിയതാരാണ്? ബാണഭട്ട അല്ലെങ്കിൽ ബാണയാണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ നളന്ദ യൂണിവേഴ്സിറ്റി ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ്. ബുദ്ധമതത്തിൻ്റെ ടീച്ചിങ്സ് ആയിരുന്നു. അത് ലോകപ്രശസ്തമായത് അല്ലെങ്കിൽ അതിൻ്റെ പ്രശസ്തിയുടെ ഏറ്റവും കൊടുമുടിയിലെത്തിയിരിക്കുന്നത് ഈ ഒരു ഹർഷവർദ്ധനൻ്റെ കാലത്താണെന്ന് കൂടി ഓർത്തു വെക്കണം. അപ്പോൾ വലതുവശത്തുള്ള മാപ്പിൽ നമ്മുടെ ഹുയാൻ സാങ് വന്ന കാര്യമാണ് പറയുന്നത്. അദ്ദേഹം വന്നിട്ട് പോയ രീതിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ വന്നു, കുറേ കാലം താമസിച്ചു എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏർലി മിഡീവൽ പീരീഡിലെ പ്രധാനപ്പെട്ട ഒരു രാജവംശത്തെക്കുറിച്ച് മനസ്സിലാക്കി, ഒരു രാജാവിനെക്കുറിച്ച് മനസ്സിലാക്കി, പ്രധാനപ്പെട്ട പോയിന്റുകളും മനസ്സിലാക്കി. ഇങ്ങനെ ചെറിയ ചെറിയ രാജ്യങ്ങളെക്കുറിച്ചും രാജവംശങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഏർലി മിഡീവൽ പീരീഡിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട ഓരോ രാജവംശങ്ങളും നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾക്ക് ഒരു തുടർച്ചയുണ്ടാവും. അത് പിന്നീട് നമ്മൾ വിശദമായിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇത് കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി തീർച്ചയായും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.